ശ്രീ വിൻസെന്റ് സേവിയർ ചേരുന്നുണ്ട്. ശ്രീ വിൻസെന്റ് സേവിയർ, താങ്കളെ കാണുമ്പോൾ ഞാൻ ആ ആ, അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഈ അധികാര കൈമാറ്റത്തിനിടയിലെ ക്യാപിറ്റോൾ പ്രക്ഷോഭത്തിൽ ഇന്ത്യൻ പതാകയുമായി എത്തിയ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിന്ന ആ സന്ദർഭം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. കാരണം അന്ന് ഇതിന്റെ ഭാഗമായി നിന്നവർക്കൊക്കെ മാപ്പ് നൽകിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. ഇന്ന് അദ്ദേഹം പ്രധാനപ്പെട്ട അങ്ങനെ ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആ കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, അതുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കുന്നു എന്ന് മാത്രം. ഹലോ. Yeah, we can hear you. യെസ്. അല്ല, നമ്മളിപ്പം എന്നെ ഇതിനെ വിളിച്ചതിന് പ്രത്യേകം നന്ദി. നമ്മളിപ്പോൾ കേട്ടോണ്ടിരുന്ന ഒരു കാര്യം, ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ, ഞാനൊക്കെ കുറച്ച് നാളുകളായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാരണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. നമ്മൾ തന്നിൽ കവിഞ്ഞ ഒരു ദാനധർമ്മം ചെയ്താൽ അത് അധികം നാൾ നീണ്ടു നിൽക്കില്ല എന്നുള്ളൊരു പ്രിൻസിപ്പിൾ. അവനവന്റെ നിലവിട്ട രീതിയിലുള്ള ദാനധർമ്മമായിരുന്നു അമേരിക്ക ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കാൻ ജനങ്ങളെ സഹായിച്ച ഒരാളാണ് ട്രംപ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇപ്പം നമ്മൾ ട്രേഡ് സർപ്ലസിന്റെ കാര്യം, വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം, ഇന്ത്യയായിട്ട് ഉള്ള ട്രേഡ് സർപ്ലസ് ഇഷ്യൂ അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോവുക എന്നുള്ളൊരു, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഈ ട്രംപ് ഇന്ത്യക്കെതിരായിട്ടോ അല്ലെങ്കിൽ ചൈനയ്ക്കെതിരായിട്ടോ താരിഫ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, താരിഫ് വരുത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മഹീന്ദ്ര ട്രക്കുകളോ മഹീന്ദ്രയുടെ ട്രാക്ടറുകളോ അമേരിക്കയിൽ എത്തുമ്പോൾ അതിന് ഒരു 0% ടാരിഫാണ് അമേരിക്ക ഇപ്പോൾ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഇന്ത്യയുടെ മാർക്കറ്റിൽ എത്തുമ്പോൾ, അത് ഇത്രയും പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത്രയും കൂടുതലുള്ള ഒരു രാജ്യത്തുണ്ടാക്കുന്ന ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഇന്ത്യയുടെ മാർക്കറ്റിൽ എത്തുമ്പോൾ അതൊരു ഫോറിൻ വെഹിക്കിൾ ആയതുകൊണ്ട്, ഫോറിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉള്ള സാധനം ആയതുകൊണ്ട് നമ്മളതിന് ചാർജ് ചെയ്യുന്നത് 100% കസ്റ്റംസ് ആണ്. ഇതെങ്ങനെയാണ് ഫെയർ ആവുക? അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് പൂർണ്ണമായിട്ടും അതിന്റെ മെജോറിറ്റി ഫണ്ടിങ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷെ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് കേൾക്കാതെ ചൈനയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, വുഹാൻ വൈറസ് ഉണ്ടാക്കിയ ചൈനയെ അന്നത്തെ സമയത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള സമീപനമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അന്ന് സമീപിച്ചത്. വളരെ ചെറിയൊരു ഡോണർ ആയിട്ടുള്ള ചൈനയെ വളരെ മെജോറിറ്റി ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയുടെ ഗവൺമെന്റ്, അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് കേൾക്കാതെ ഇതിനെങ്ങനെയാണ് അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത്രയും നാളും അമേരിക്ക പിന്തുടർന്നു വന്ന തന്നിൽ കവിഞ്ഞ ദാനധർമ്മം എന്നുള്ള രീതി മാറ്റി, അത് തെറ്റാണ്, ഇത് നടക്കുന്നുണ്ട് എന്ന് അമേരിക്കൻ ജനങ്ങളെ മനസ്സിലാക്കി ഭരണം പിടിച്ചെടുത്തിയ ആളാണ് ട്രംപ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് വളരെ ഫെയർ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം ഇവിടെ ഡിസ്കഷന് നേരത്തെ കേട്ടതുപോലെ തന്നെ ഇന്ത്യ ഒരു വളർന്ന ഒരു ശക്തിയാണ്. ഇന്ത്യക്ക് തീർച്ചയായിട്ടും പണ്ടത്തേനേക്കാളും വളരെ സീരിയസ് ആയിട്ടുള്ള റോള് ഇന്റർനാഷണൽ ഓർഡറിൽ പ്ലേ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ചും ചൈനയായിട്ടുള്ള പ്രതിസന്ധി വരുമ്പോഴും, സൗത്ത് ചൈനയിൽ സീല ഇഷ്യൂസ് ആയാലും, ക്വാഡ് അലയൻസ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലാണെങ്കിലും. അപ്പൊ അതിനൊന്നും ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഇഷ്യൂവിൽ ഒരിക്കലും ട്രംപിന് ഇന്ത്യയെ കൺസിഡർ ചെയ്യാൻ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ബിക്കോസ് ഇന്ത്യ ഒരു വളരെ വലിയൊരു ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, ഇപ്പൊ ട്രേഡ് കാര്യങ്ങളിലും എക്കണോമിക്സ് റിലേറ്റഡ് കാര്യങ്ങളിലും ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ട്രംപ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിൽ വംശജരുടെ മക്കളുടെ കാര്യവും അവരുടെ ഗ്രീൻ കാർഡിന്റെ കാര്യവും സിറ്റിസൺഷിപ്പിന്റെ കാര്യവും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ശരിയായിട്ടുള്ള പ്രശ്നം? പുള്ളി പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രസിഡന്റ് ആണ്. പ്രശ്നങ്ങൾ താങ്കൾ ഈ വിഷയത്തിന്റെ ഒരു മർമ്മപ്രധാനമായ ഭാഗത്ത് എത്തിയത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് അമേരിക്കയെ സുവർണ യുഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ അവിടെ ഇന്ത്യൻ വംശജരടക്കമുള്ളവർ അന്യരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നതാണ്, അല്ലേ? അവിടെ ജനിക്കുന്ന ആളുകൾക്ക് അവിടെ പൗരത്വം ഉണ്ടാകും എന്നത് അമേരിക്കയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എടുത്തു കളയും എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഈസ് ഇറ്റ് ദാറ്റ് മച്ച് ഈസി ടു ഡു ദാറ്റ് എന്ന ചോദ്യമുണ്ട്. പിന്നെ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ദ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. Yes, it is not easy. That will be constitutional challenges. American Constitution's 14th Amendment പ്രകാരമാണ് ഈ ജനിക്കുന്നവർക്കെല്ലാം സിറ്റിസൺഷിപ്പ് എന്നുള്ള ആ ഒരു നയമുള്ളത്. അല്ലാതെ ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ വരുന്ന ഡിപ്ലോമാറ്റിക് ആയിട്ട് വിസയിൽ വരുന്നവരോ അല്ലെങ്കിൽ H1 വിസയിൽ വരുന്നവരോ ഗ്രീൻ കാർഡ് കിട്ടി വരുന്നവരോ ആയിട്ടുള്ള ആൾക്കാരുടെ മക്കൾക്ക്, ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത സമയത്തുണ്ടായ മക്കൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല ആ നിയമം ഉണ്ടായത്. ആ നിയമം ഉണ്ടായത് ഡ്യൂറിങ് സിവിൽ വാർ. ഇവിടെ സ്ലേവ്സ് ആയിരുന്ന ആൾക്കാരുടെ മക്കള്, അല്ലെങ്കിൽ അവർക്കൊരു സിറ്റിസൺഷിപ്പ് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടിരുന്ന ആൾക്കാരുടെ മക്കൾക്ക് പൂർണ്ണ സിറ്റിസൺഷിപ്പ് ഗ്രാന്റ് ചെയ്യുന്ന 14th അമെൻഡ്മെന്റ് പ്രകാരമാണ് ആ നിയമം അമേരിക്കയിൽ ഉണ്ടായത്. അല്ലാതെ വരുന്നവർക്ക് എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ഒരു നിയമമായിരുന്നില്ല. അതിന്റെ ഉദ്ദേശം അതായിരുന്നില്ല. അപ്പൊ കാര്യങ്ങൾ മാറി.
ഇപ്പൊ സ്ലേവ്സിന്റെ മക്കൾക്ക് ആ പ്രശ്നമില്ല. അപ്പൊ വീണ്ടും ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പ്രൊവിഷൻ നിലനിൽക്കുന്നു. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ചാലഞ്ചസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തെ പ്രശ്നം എന്താണ്? റിയൽ ആയിട്ടും ട്രംപ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രശ്നം എന്താണ്? ഈ ഇന്ത്യയിൽ നിന്ന് വരുന്ന ലീഗലായിട്ട് വരുന്ന, ഇപ്പൊ ഞാൻ ആ ഒരു കാറ്റഗറി പെട്ട ഒരാളാണ്. ഞാനിവിടെ F1 സ്റ്റുഡന്റ് വിസയിൽ വന്നയാളാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ്. ഞാൻ ആ സ്റ്റുഡന്റ് വിസയിലായിരുന്ന സമയത്ത് എൻ്റെ മകൻ, എനിക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് നാച്ചുറൽ ആയിട്ടും സിറ്റിസൺഷിപ്പ് കിട്ടി. ഇവിടുത്തെ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന നിയമവും അതിന്റെ നടപടിയും അനുസരിച്ച് സിറ്റിസൺഷിപ്പ് കിട്ടി. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? എന്റെ ഗ്രീൻ കാർഡും എന്റെ വിസയും എന്റെ സിറ്റിസൺഷിപ്പും എല്ലാം ഞാൻ തന്നെ വർക്ക് ചെയ്ത് എന്റെ സ്പോൺസർഷിപ്പ് വഴി ഞാൻ തന്നെ ഉണ്ടാക്കിയ സിറ്റിസൺഷിപ്പാണ്. അപ്പം ഞാൻ ലീഗലായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം എനിക്കുണ്ടാവുന്ന ഒരു കുഞ്ഞിന് ലീഗലായിട്ട് ഇവിടെ നിൽക്കാനുള്ള എന്തെങ്കിലും വിസ ഉണ്ടായാലേ പറ്റുള്ളൂ. എന്റെ കൊച്ചിനെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ നാച്ചുറലായിട്ടും. അപ്പൊ ഞാൻ ഒരു പ്രശ്നവും ഇതുകൊണ്ട് ഫേസ് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നില്ല. ഇന്ത്യൻ സിറ്റിസൺസിന് കൊച്ചിന് നാച്ചുറലായിട്ടും സിറ്റിസൺഷിപ്പ് കിട്ടാത്തത് കൊണ്ട്. പക്ഷേ മില്യൺസ് ഓഫ് ആൾക്കാരെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം മക്കളെ ഇവിടെ ജനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം വരുന്ന കപ്പലിലൊക്കെയാണ് ചൈനയിൽ നിന്നും ആൾക്കാരെ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമനെ മാത്രം ഷിപ്പ് ചെയ്യാനായിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരുന്നത് ഇത്രയും നാളും. കപ്പലിൽ വരികയാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൻ, 9 മന്ത് പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൻ വരുന്നു, സാൻ ഫ്രാൻസിസ്കോയിൽ കപ്പൽ വരുന്നു, അടുക്കുന്നു, അമേരിക്കയിൽ പ്രസവിക്കുന്നു, സിറ്റിസൺഷിപ്പ് എടുക്കുന്നു, പാസ്പോർട്ട് എടുക്കുന്നു, അവർ തിരിച്ചു പോകുന്നു. ഇത്തരം കാര്യങ്ങൾ വളരെ മാസീവായിട്ടുള്ള നമ്പറിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന വളരെ കുറച്ച് പേരുടെ കൊച്ചുങ്ങളുടെ നല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നാച്ചുറലി കോർട്ടിൽ ഇത് ഫൈറ്റ് ഉണ്ടാകുമ്പോൾ കോർട്ട് റൂൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഇവിടെ ലീഗലായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ആൾക്കാരുടെ സിറ്റിസൺഷിപ്പിനെ അല്ല ഇത് ബാധിക്കാൻ പോകുന്നത്. ഇല്ലീഗലായിട്ട് വരുന്ന ഈ ഒരു പർപ്പസിന്, അമേരിക്കയുടെ ഈ നിയമത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ മക്കളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. ഇവിടെ 10 മില്യണിൽ മോൽ 12 മില്യണോളം ഇല്ലീഗൽ ഏലിയൻസിനെയാണ് ഈ ബൈഡൻ കമല ഹാരിസ് അഡ്മിനിസ്ട്രേഷൻ ഈ പ്രാവശ്യം ഈ ഒരു കഴിഞ്ഞ 4 വർഷം കൊണ്ട് അമേരിക്കയിൽ അനധികൃതമായിട്ട് കുടികയറാനായിട്ട് സഹായിച്ചത്. അവർക്കെല്ലാം കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് എന്തുകൊണ്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടണം? നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുക. ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ലീഡറാണ് അദ്ദേഹം. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ലീഡറാണ് അദ്ദേഹം. അല്ലാതെ ഇവിടെ ലീഗലായിട്ട് വന്ന് ലീഗലായിട്ട് എല്ലാ കാര്യവും അല്ല. ശ്രീ വിൻസെന്റ് സേവ്യർ, എൻ്റെ ചോദ്യം, അമേരിക്കൻ ജനത എന്ന് പറയുമ്പോൾ അത് അമേരിക്കക്കാരായ ആളുകൾ എന്നത് മാത്രമാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതോ അമേരിക്കൻ പൊതുസമൂഹം എന്നാണോ? അതായത് അമേരിക്കയുടെ ഭാഗമായി ചേർന്ന താങ്കളെ പോലെയുള്ള ഇന്ത്യൻ വംശജരായ ആളുകൾ ഉൾപ്പെടെ വിവിധ നാഷണലിസ്റ്റുകൾ, നാഷണൽ സിറ്റിസൺഷിപ്പ് ഹോൾഡേഴ്സ്, അവരവിടെ വന്ന് അതിൻ്റെ ഭാഗമായി ആ സംസ്കാരം പങ്കിടുകയും അവരുടെ ജീവിത രീതിയെ പിന്തുടരുകയും അവിടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ കൂടി ഉൾപ്പെടുന്ന, അവരുടെ വെൽഫെയർ മുൻനിർത്തിയുള്ള ഒരു ഭരണ സംവിധാനത്തെയല്ലേ ദ മോസ്റ്റ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അമേരിക്കയിൽ ഇതുവരെ നമ്മൾ കണ്ടുള്ളത്? അതിൽ നിന്ന് വിരുദ്ധമായ ഒരു സമീപനമാണല്ലോ ഇത് ദേശീയതയെ മുൻനിർത്തിയുള്ള അമേരിക്കക്കാർ എന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്ന ഒരു ജനതയുടെ അവരുടെ വളർച്ചയും വികസനവും മാത്രം മുൻനിർത്തിയുള്ള ഒരു നയത്തെ എങ്ങനെയാണ് നമുക്ക് ഈ നിലയിൽ ന്യായീകരിക്കാൻ കഴിയുക എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ആദ്യത്തെ പാർട്ടിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളെല്ലാവരും അമേരിക്കക്കാരാണ്. ഞാൻ വളരെ പ്രൗഡായിട്ടുള്ള അമേരിക്കക്കാരനാണ്. പക്ഷേ അമേരിക്കൻ എന്ന് പറയുമ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ ഇമിഗ്രന്റ് ആയിട്ടാണെങ്കിലും ജനിച്ച വഴിയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിയമപരമായിട്ട് അമേരിക്കയിൽ വരികയും നിയമപരമായിട്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് നേടുകയും നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് ട്രംപ് അമേരിക്കക്കാരൻ വിളിക്കുന്നത്. അതായത് ട്രംപ് അമേരിക്കക്കാരൻ വിളിക്കുന്നത് വെളുത്ത ആൾക്കാരെ അല്ല. നമ്മൾ ഈ വെളുത്തവരല്ലാത്തവർ ആണ് ഈ ഏറ്റവും വലിയ ഒരു പ്രശ്നമുള്ളത്, ഈ റേസ് പ്രശ്നമുള്ളത്. ഒരു വെളുത്ത അമേരിക്കക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് ഇത് വെളുത്ത അമേരിക്കക്കാരെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ്. ഇവിടെ റേസിസ്റ്റ് എലമെന്റ്സ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ സൊസൈറ്റിയിലും റേസിസ്റ്റ് എലമെന്റ്സ് ഉണ്ട്. പക്ഷെ ട്രംപിന്റെ ഭരണകൂടത്തിൽ വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാരെ പുള്ളി ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിനേക്കാളും പലപ്പോഴും വളരെ ചെറിയ റോളുകളിലാണ് ഇതിനു മുമ്പ് നമ്മൾ ഇന്ത്യക്കാരെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വളരെ സുപ്രധാനമായ റോളുകളിലാണ് കാഷ് പട്ടേൽ, FBI ഡയറക്ടർ, ഇന്ത്യൻ വംശജനാണ്. വിവേക് രാമസ്വാമി, അദ്ദേഹത്തിന്റെ ഉപദേശകൻ, ഇന്ത്യൻ വംശജനാണ്. എത്ര പേരാണ് അതുപോലെ ഉള്ളത്? അതിനേക്കാളും ചെറിയ റോളുകളിൽ പലരുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുള്ളി അമേരിക്കക്കാരൻ, ട്രംപ് അമേരിക്കക്കാരൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ നിയമങ്ങളനുസരിച്ച് സിറ്റിസൺഷിപ്പ് നേടിയിട്ടുള്ളവരായാലും ആരായാലും അമേരിക്കൻ നിയമങ്ങളനുസരിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ആൾക്കാരെയാണ് പുള്ളി അമേരിക്കക്കാരൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അമേരിക്കയിൽ വന്നിട്ട് വേറെ രാജ്യങ്ങളുടെ രീതിയിൽ അമേരിക്കയെ മാറ്റാൻ ആഗ്രഹിക്കുന്നവരെയല്ല അമേരിക്കക്കാരൻ ഉദ്ദേശിക്കുന്നത്. ശരി, ഇനി ഞാൻ താങ്കളിലേക്ക് വരാം.